ഹായ് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചിരുന്ന 2000 രൂപയുടെ 19ാം ഗഡു ലഭിക്കാൻ നിൽക്കുന്ന സമയത്ത് എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു സംശയമുണ്ട്. 19ാം ഗഡു ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളത്. ചാനലുകളിലും മറ്റുമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോകളിലെല്ലാം കർഷക ID വേണം എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ കണ്ടിരുന്നു. സോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ അപ്ഡേഷൻ തരാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറെ ചെക്ക് ചെയ്തതിലും തിരഞ്ഞതിലും നമുക്ക് കർഷക ID ആവശ്യമില്ല എന്നാണ് മനസ്സിലായത്. എന്നാൽ നമുക്ക് ഈ പറയുന്ന PM കിസാന്റെ 19ാമത്തെ ഗഡു ലഭിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇതിലൂടെ പറയാം. ഇതിനകത്ത് കുറച്ച് മാനദണ്ഡങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19ാം ഗഡു ലഭിക്കുന്നതിനുള്ള യോഗ്യതയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EKYC നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതിന്റെ കൂടെ തന്നെ 18ാം ഗഡു കിട്ടിയെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡ് വെരിഫിക്കേഷൻ, അതായത് നമ്മുടെ ഭൂമിയുടെ കരമടച്ച രസീത് തീർച്ചയായും സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതിലേക്ക് ആധാർ ലിങ്ക് ചെയ്യണം. അതായത് നമ്മൾ PM കിസാന്റെ സൈറ്റിലേക്ക് ആധാർ ലിങ്ക് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് വ്യക്തമായി നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് PM കിസാന്റെ 19ാമത്തെ ഗഡു തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. മുൻപ് ലഭിച്ചിരുന്നവർ തീർച്ചയായിട്ടും EKYC ചെയ്തിരുന്നോ എന്ന് നിർബന്ധമായും പരിശോധിക്കുക. അതേപോലെ ഭൂനികുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നിങ്ങൾ കർഷക ID എടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം EKYC ചെയ്തുകൊണ്ട് നിങ്ങൾ PM കിസാന്റെ 19ാമത്തെ ഗഡുവിന് വേണ്ടി കാത്തിരിക്കാവുന്നതാണ്. താങ്ക് യു.